Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഓവർ ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഓവർ സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1-2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ജസ്റ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിന്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടി മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് കടിക്കാനൊക്കെ കിട്ടണ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ അതിനോട് വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിനും അതുപോലെ തന്നെ ഒരു കളറിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പിസ്തൻ്റെ എസെൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി കളർ എല്ലാ സൈഡിലേക്കൊന്നും ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മളിത് ചെയ്തെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞിട്ട് നല്ലൊന്ന് ക്ലീൻ ആക്കി വെക്കുക. അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. ജസ്റ്റ് കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്കിതിൻ്റെ നടുവിൽ സെൻട്രലായിട്ട് 1-2 ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആണല്ലോ, അതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ എഗ്ഗിൻ്റെ കോട്ടിങ്ങിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലവറിൻ്റെ മിക്സിലാട്ടോ ഞാൻ ഇവിടെ മിക്സ് ചെയ്തിട്ടുള്ളത്. 2-3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ബ്രെഡ് ക്രംസും കൂടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ഈസിയാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ബ്രെഡൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഒരു 2-3 മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഫില്ലിംഗ് ഒന്നും വെച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അതിനുശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.